എന്തു പറ്റിയെന്ന് വിളിച്ചു ചോദിക്കാൻ എന്നും വരുന്ന പോലെ തന്നെയല്ലേ കുട്ടി സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്? പരിചയമില്ലാത്തവരുടെ ബൈക്കിലാണോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. एक लाइब्रेरी बना कर दी थी. इस लाइब्रेरी में अमन വന്നിട്ടില്ലല്ലോ. തട്ടിക്കൊണ്ടു പോകുന്ന സംഘം പിടി. സർ, പോലീസ് സ്റ്റേഷനിൽ അവൻ്റെ കാര്യം ഇൻഫോം ചെയ്തു. ഇപ്പൊ അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ട് അയക്കും. സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം ഒന്നും പറയാനില്ല സാറേ. രക്ഷിതാക്കൾക്കെങ്കിലും അല്പം ബോധം വേണ്ടേ? പരിചയമില്ലാത്ത ഒരാളുടെ വണ്ടിയിലോ അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയാത്ത ഒരാളുടെ ബൈക്കിൽ എങ്ങനെയാണ് പിള്ളേരെ കയറ്റി വിടുന്നത്? ഇന്നത്തെ ചുറ്റുപാടും ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും ഒന്നും അറിയില്ലേ. പരിചയമില്ലാത്ത ഒരാളുടെ ബൈക്കിൽ കയറ്റി വിടുന്ന മൂലം അവരെവിടെയോ കൊണ്ടുപോകുന്നു. ഇന്ന് എത്രയോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമുണ്ട്. ഇവർക്കൊക്കെ ഈ അവയവ മാഫിയുമായിട്ടാണ് ബന്ധമുള്ളത്. ശരി, ഇത് ഇന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് എന്താ അടുത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് ശ്രമിക്കാം. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? അമൻ. ഏതായിരുന്നു ക്ലാസ്? ആരുടെ ഫോണിലോട്ട് രക്ഷിതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു? എന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആരാ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ? ഞാനാണ്. 7Bയുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്. അപ്പൊ ക്ലാസ് ടീച്ചർ ഒന്ന് തന്നെ വിളിച്ചോളൂ, രക്ഷിതാവിനെ വിളിക്കും, ഞാനിപ്പോ സംസാരിക്കാം. ഹലോ, അമൻ്റെ വീടല്ലേ? ഞാൻ കസബ പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മകൻ അമൻ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് വന്നത്? വന്നിട്ടില്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതെയോ? അപ്പൊ കുട്ടി ഇപ്പൊ വീട്ടിലുണ്ടോ? കുട്ടി സേഫ് അല്ലേ? ആ, ഓക്കെ. ഇവിടെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. കുട്ടി സേഫ് അല്ലേ അവിടെ? ഓക്കെ, ശരി. സർ, അമൻ വീട്ടിലുണ്ടെന്നാണല്ലോ പറയുന്നത്. സാർ, 7B അമനല്ല, 7A അമനാണ് സ്ട്രേഞ്ചറിന്റെ ബൈക്കിൽ കയറി വന്നത്. 7A അമനോട് ചോദിച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7A അവൻ ക്ലാസ്സിലുണ്ടോ? അപ്പൊ 7A അവൻ ക്ലാസ്സിലുണ്ട്. 7B അവൻ വീട്ടിലും ഉണ്ട്. ക്ഷമിക്കണം മാഡം, മാഡത്തിന്റെ വിലപ്പെട്ട സമയമാണ് നിങ്ങളുടെ ഈ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നഷ്ടമായത്. ഇതുപോലൊരു വിഷയം വരുമ്പോൾ എന്തായാലും ആദ്യം നിങ്ങൾ പോലീസിനാണ് ഇൻഫോം ചെയ്യേണ്ടത്. അതിന്റെ പേരിലാണ് നിങ്ങൾ അത് ചെയ്തത്. എന്തായാലും മാഡം ഇവിടെ എത്രയും ഞങ്ങളെ കൂടെ നിന്നതിന് പ്രത്യേകം നന്ദി പറയും. അതൊന്നും കുഴപ്പമില്ല സർ, കാരണം ഞങ്ങളുടെ ഒരു സ്റ്റേഷൻ പരിധിയിൽ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ 7A അമൻ എന്ന് പറയുന്നത് അപരിചിതരുടെ ബൈക്കിൽ കയറി പോയെന്ന്, 7B അമൻ വീട്ടിലുണ്ടാവുന്നു, അതേ ദിവസം തന്നെ ലീവാകുന്നു. ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു പുതിയൊരു അനുഭവമാണ്. പക്ഷെ എങ്കിലും എല്ലാവരുടെയും കുട്ടികൾ ഒരുപോലെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നമുക്ക് കുട്ടികളുടെ സുരക്ഷിതത്വമാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയിച്ചത്, നിങ്ങൾക്കൊരു സംശയം എങ്കിൽ പോലും പോലീസിൽ അറിയിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതുപോലൊരു തെറ്റിനി ആവർത്തിക്കാതിരിക്കട്ടെ. അത് പറഞ്ഞ പോലെ ഇപ്പോൾ പാരൻസ് കൃത്യമായിട്ട് പാരൻസിൻ്റെ അറിവില്ലായ്മയല്ലേ കുട്ടികളുടെ ഡിവിഷൻ അറിയുന്നത്, അത് ഇന്നും ഉണ്ട്. അപ്പോൾ ഇതാണ് എങ്കിൽ പോലും നിങ്ങൾ അറിയിച്ചത് വളരെ നല്ലൊരു കാര്യമായി. അപ്പോൾ അത് കുഴപ്പമില്ല.